ഹലോ നമസ്കാരം, മാസ്റ്റർ കി അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സെഷൻ നോക്കുന്നത് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക് റൂളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇസ്ലാമിക് റൂൾ വരുന്നത് മുഹമ്മദ് ഗോറിയുടെ അധിനിവേശങ്ങൾക്ക് ശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ്. മുഹമ്മദ് ഗോറിയുടെ അടിമകൾ ഒരു 3-4 പേരുണ്ടായിരുന്നു. ഇതിൽ ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അടിമയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത് ഇനിഷ്യേറ്റീവിലാണ് ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1203 അടുത്ത് നമ്മുടെ മുഹമ്മദ് ഗോറി മരിച്ചു. ലാഹോറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം ഈ മുഹമ്മദ് ഗോറി ഏൽപ്പിച്ചിരുന്നത് നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കിനെയായിരുന്നു. കാരണം ഖുത്ബുദ്ദീൻ ഐബക്ക് ബാക്കിയുള്ള നോബിൾസിനെ, മുഹമ്മദ് ഗോറിയുടെ അടിമകളെയും കൂടെ തോൽപ്പിച്ചുകൊണ്ട്, ബക്തിയാർ ഖിൽജി അല്ലെങ്കിൽ അതുപോലെ തന്നെ യാൽദൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നസറുദ്ദീൻ കുബാച്ച, ഇവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് ഇന്ത്യ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യ പിടിച്ചെടുത്ത് അദ്ദേഹം സ്ഥാപിച്ചാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ചരിത്രത്തിൽ 5 ഡൈനാസ്റ്റീസ് ഉണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മാമൂലൂക്ക് എന്ന് പറഞ്ഞാൽ അടിമ വംശമാണ്, അടിമകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഖൽജി, തുഗ്ലക്ക്, സയ്യിദ് ലോധി 5 എണ്ണമാണ്. മാമൂലൂക്ക് സുൽത്താനേറ്റ് 1006 തൊട്ട് 1290 വരെയും, ഖൽജി 1290 തൊട്ട് 1320 വരെയും, തുഗ്ലക്ക് 1320 തൊട്ട് 1413 വരെയും, സയ്യിദ് 1414 തൊട്ട് 1451 വരെയും, ലോധി 1451 തൊട്ട് 1526 വരെ. ഇവിടെ 1413 എന്നതിന് പകരം 1398 എന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഈ 1398 തൊട്ട് 1414 വരെ ഒരു വിദേശ ഭരണമായിരുന്നു. അപ്പോൾ നമ്മളത് ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു എന്താണ് ഡൈനാസ്റ്റിക്കൽ ചരിത്രമാണുള്ളത്. ഏകദേശം 300 വർഷത്തോളം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഇസ്ലാമിക് റൂളാണ്. നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെ സെനീറ്റ് പോയിന്റിൽ ഏതാണ്ട് നമ്മുടെ പാകിസ്ഥാൻ മുഴുവൻ, ബംഗ്ലാദേശ്, നമ്മുടെ തമിഴ്നാട്, കേരളത്തിൻ്റെ മുകളിലേക്കുള്ള പ്രദേശങ്ങൾ മുഴുവൻ അവർ ഭരിച്ചിരുന്നു. നമ്മുടെ മമലൂക്ക് സുൽത്താനത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരൊക്കെയാണ് ഖുത്ബുദ്ദീൻ ഐബക്കും ബാൽബനും ഇൽതുത്മിഷും റസിയ സുൽത്താന, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് ആദ്യം മാമലൂക്ക് സുൽത്താനായിട്ട് നോക്കാം. സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഗുലാം ഡൈനാസ്റ്റി എന്നൊക്കെ നമ്മൾ വിളിക്കും. അടിമ വംശം എന്ന് മലയാളത്തിലൊക്കെ പറയും. ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന മുഹമ്മദ് ഗോറിയുടെ അടിമയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ അടിമ? അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമർഖണ്ഡ് എന്ന് പറയുന്ന തുർക്കികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ പോയിട്ട് ഈ അടിമകളെ സുൽത്താൻമാർ വിലയ്ക്ക് വാങ്ങിക്കും. ഈ വിലയ്ക്ക് വാങ്ങിക്കുന്ന അടിമകൾ, അവർക്ക് മാതാപിതാക്കളില്ല, മറ്റ് ആൾക്കാരൊന്നുമില്ല, ഫുൾ ആയിട്ട് ലോയൽറ്റി എന്ന് പറയുന്നത് ഈ സുൽത്താനോടായിരിക്കും. അപ്പോൾ ഈ സുൽത്താൻ എന്ത് ചെയ്യും? ഈ അടിമകൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല കാര്യക്ഷമമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് ഇവരെ ഹയസ്റ്റ് ഒഫീഷ്യൽസായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്യും. മന്ത്രിമാരായിട്ടോ നല്ല ഉദ്യോഗസ്ഥരായിട്ടോ ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു ലോയൽറ്റി അവിടെ കീപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ അടിമകൾ, ഒരു സുൽത്താൻ മരിച്ചു കഴിയുമ്പോൾ പുതിയ സുൽത്താൻ വരുന്ന ആൾക്ക് പുതിയ അടിമകളുണ്ടാകും. അപ്പോൾ പഴയ അടിമകളും പുതിയ അടിമകളും അവർ രണ്ടും നോബിൾസാണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സാമ്രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലപ്പോഴും പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മുഹമ്മദ് ഗോറിയുടെ അടിമ ഒരാൾ ഹയസ്റ്റ് ഒഫീഷ്യലായിട്ട് മാറി. അയാളാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. ഐബക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക് റൂളിൻ്റെ ഫൗണ്ടറാണെന്ന് കാണാൻ വേണ്ടി കഴിയും. ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ആള്, തുർക്കിഷ് കിങ്ഡം, അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ സുൽത്താൻ എന്നാണ്. ഈ സുൽത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖലീഫ എന്ന് പറയുന്ന അധികാരിയുടെ, ഇസ്ലാമിക ഭരണാധികാരിയാണ്. അതായത് ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ തലവനാണ് നമ്മുടെ ഖലീഫ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ സക്സസേഴ്സാണ്. അപ്പം ഈ ഖലീഫയുടെ അധികാരം എന്ന് പറയുന്നതിൻ്റെ കീഴിൽ ചില രാജാക്കന്മാർ സ്വതന്ത്രമായിട്ട് ഭരിച്ചിരുന്നു. അപ്പം ഈ മൻസൂർ എന്ന് പറയുന്ന ഒരു അധികാരപത്രം ഈ പറയുന്ന സുൽത്താൻ, ഈ പറയുന്ന ഖലീഫ ഈ ഒരു സുൽത്താന് കൊടുക്കും. അങ്ങനെ അയാൾ സൽത്തൻ അല്ലെങ്കിൽ സുൽത്താൻ എന്നറിയപ്പെട്ടു. പക്ഷേ ഖുത്ബുദ്ദീൻ ഐബക്ക് ഈ ഖലീഫയുടെ അധികാരം ഇല്ലാത്ത സുൽത്താനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് അദ്ദേഹം ഒരു സാധുവായ ഭരണാധികാരിയല്ല. പക്ഷെ അദ്ദേഹം സ്വയം സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുകയും ഭരണം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തെ ലാൽ ബക്ഷ് എന്ന് വിളിച്ചിരുന്നു. കാരണം ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുക്കുന്ന ആൾ, ആതുര സേവനത്തിനൊക്കെ
പ്രത്യേകിച്ച് ഈ സൂഫികൾക്ക് വേണ്ടിയിട്ട്, സൂഫി വര്യന്മാർക്ക് വലിയ രീതിയിൽ അദ്ദേഹം തൻ്റെ സമ്പത്ത് അദ്ദേഹം കൊടുത്തിരുന്നു. അതുകൊണ്ട് ലക്ഷങ്ങൾ കൊടുക്കും. ലാൽ ബക്ഷ് എന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഐബക്ക് ഇവിടെ ഗോൾഡ്, സിൽവർ, ബില്യൺ, കോപ്പർ തുടങ്ങുന്ന പലതരത്തിലുള്ള പേർഷ്യൻ കൊയിനേജ് ഒക്കെ ഇവിടെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ഇനി അബ്ബാസിഡ് ഖലീഫയുടെ പേര് നമുക്ക് ഈ കോയിനുകൾ കാണാൻ വേണ്ടി കഴിയില്ല. ഒരു ഇസ്ലാമിക ഭരണാധികാരി, അതായത് ഒരു സുൽത്താൻ ഭരണം നടത്തുമ്പോൾ അവിടെ ഖലീഫയുടെ അധികാരം അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും നാണയങ്ങളിൽ ഈ ഖലീഫയുടെ പേര് കൊത്തിവെച്ചിരിക്കണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ നമസ്കാര പ്രയർ, അതായത് കുത്തുബ പ്രയർ എന്ന് പറയും, ഈ കുത്തുബ പ്രയറിൽ ഖലീഫയെ ഓർക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നാണയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അബ്ബാസിഡ് ഖലീഫയാണ് അത് ഭരിച്ചിരുന്നത്. ഇനി ഈ മുഹമ്മദ് ഗോറി ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് നിശ്ചയിച്ചത് ഡൽഹി ആണെങ്കിലും ഖുത്ബുദ്ദീൻ ഐബക്ക് തൻ്റെ ക്യാപിറ്റലായിട്ട് നിന്ന് ഇന്ത്യ ഭരിച്ചത് ലാഹോറാണ് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. ഇതായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ രേഖാചിത്രം. ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് പണി കഴിപ്പിച്ച ഒരു വലിയ കെട്ടിടമാണ് കുതുബ് മിനാർ. കുതുബ് മിനാർ എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടവും അതിൻ്റെ ചുറ്റുമുള്ള ചില കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട മോസ്കുകൾ നോക്കാം. കുവത്ത് ഉൽ ഇസ്ലാമും അർഹായ് ദിൻകാ ചോപ്രയും. അജ്മീറിലാണ് അർഹായ് ദിൻകാ ചോപ്ര, ഡൽഹിയിലാണ് കുവത്ത് ഉൽ ഇസ്ലാം. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ഭരണാധികാരികൾ പണിയെടുപ്പിച്ച മോസ്കുകൾ എന്ന് പറയുന്നത്. ഇനി കുത്തുബ് മിനാർ അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ്. നമ്മൾ ഈ വാക്ക് കുത്തുബ് മിനാർ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് സ്വന്തം പേരിൽ അങ്ങ് പണിയെടുപ്പിച്ച ഒരു കൺസ്ട്രക്ഷൻ ആണോ? അല്ല. നമ്മൾ കുത്തുബ് മിനാർ, ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ അജ്മീറിലെ ഒരു വലിയ സെയിൻറ്റിൻ്റെ ഒരു സൂഫിയാണ്. ഈ സൂഫി സെയിൻറ്റിൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ പേരിൽ അദ്ദേഹം ഡൽഹിയിൽ പണിയെടുപ്പിച്ചാണ് കുത്തുബ് മിനാർ. ഇത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവസാനിച്ചില്ല. അതിനുശേഷം പിന്നീട് വരുന്ന ഇൽതുത്മിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കീഴിലാണ് ഇത് പൂർണ്ണമായിട്ടും പണിയെടുപ്പിക്കപ്പെട്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഓദറും ഒരു പണ്ഡിതനും ഒക്കെയാണ് ഹസൻ നിസാമി. ഹസൻ നിസാമി എഴുതിയ കൃതിയാണ് താജുൽ മാസിർ. ഡൽഹി സുൽത്താനേറ്റിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം, ഒഫീഷ്യൽ ഹിസ്റ്ററി ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയും. ഇനി ഇൽതുത്മിഷ് അദ്ദേഹത്തിന് ശേഷം ഭരണാധികാരിയായതാണ്. ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മകൻ അറാം ഷാ അത്ര നല്ല ഭരണാധികാരിയൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ അവരുടെ ഈ ഒരു ഭരണത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മരുമകനായ ഇൽതുത്മിഷ്, അദ്ദേഹത്തിൻ്റെ ട്രൈബിൻ്റെ പേര് ഇൽബാരി ട്രൈബ് എന്നാണ്. അദ്ദേഹം ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം തകർത്ത് കളഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ഒരു അധികാരം സ്ഥാപിച്ചു. ഇങ്ങനെ ഇൽബാരി ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയുടെ ഭരണം ആരംഭിച്ചു. ഈ അടിമവംശത്തിനുള്ളിൽ തന്നെയാണ് ഈ ഇൽബാരി ഡൈനാസ്റ്റി വരുന്നത്. അപ്പോൾ ഇദ്ദേഹവും ഇൽതുത്മിഷ് ഒരു അടിമയായിരുന്നു. അടിമയുടെ അടിമ, ദ സ്ലേവ് ഓഫ് ഹിസ് സ്ലേവ് എന്നാണ് ഇൽതുത്മിഷ് അറിയപ്പെട്ടത്. കാരണം ഇദ്ദേഹത്തിൻ്റെ, അതായത് ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സ്ലേവാണ് ഇൽതുത്മിഷ്. ഇന്ത്യയിൽ വലിയൊരു പ്രദേശങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത് കൃത്യമായിട്ടുള്ള ഭരണാധികാരം നടത്തിയ ആദ്യത്തെ ചക്രവർത്തിയാണ് ഇൽതുത്മിഷ്. അദ്ദേഹം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് തൻ്റെ അധികാരം മാറ്റുകയും പ്രോപ്പറായിട്ട് ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ റിയൽ കൺസോൾഡേറ്റർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഖലീഫയുമായിട്ട് അദ്ദേഹം നല്ല രീതിയിലേക്കുള്ള ഒരു ബന്ധത്തിലേക്ക് വന്നു. ഖലീഫ അദ്ദേഹത്തിന് മൻസൂർ എന്ന് പറയുന്ന അധികാരപത്രം കൊടുത്തു. അങ്ങനെ ഇന്ത്യയുടെ ഖലീഫ അംഗീകരിച്ച ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടുള്ള സാധുവായ ഒരു സുൽത്താനായിട്ട് പുള്ളി മാറി. അതിനുശേഷം അദ്ദേഹം അറബിക് കോയിൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ അറബിക് കോയിനിൽ ഖലീഫയുടെ പേര് അദ്ദേഹം ആലേഖനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ നിന്നും ഖലീഫയുടെ ഒരു നാമധേയം അറിയാം. ഇവിടെ അദ്ദേഹം സിൽവർ തങ്ക എന്ന് പറയുന്ന കോയിനും കോപ്പറിലുള്ള ജിറ്റാൽ എന്ന് പറയുന്ന ഒരു കോയിനും ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അങ്ങനെ അറബിക് കോയിൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇനി അദ്ദേഹം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള അധികാരികൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ കുറച്ച് അഴിമതി വീരന്മാരും മൊത്തത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് തുർക്കൻ ഇ ചഹൽഗാനി എന്ന് പറയുന്ന ഒരു 40 പട്ടാള മേധാവികളുടെ ഒരു ഗ്രൂപ്പിനെ പുള്ളി സ്ഥാപിക്കുകയാണ്. ഇവരെ തുർക്കൻ ഇ ചഹൽഗാൻ എന്ന് പറയും. 40 തുർക്കിഷ് പട്ടാള മേധാവികൾ. ഈ തുർക്കിഷ് ലീഡേഴ്സ് ചേർന്നിട്ട് ഈ പറയുന്ന രാജ്യം മുഴുവൻ ഭരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അഴിമതിക്കാരെയെല്ലാം അടിച്ചമർത്തി, ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നക്കാരെയെല്ലാം അടിച്ചമർത്തിയിട്ട് അദ്ദേഹം ഈ ഒരു ഗ്രൂപ്പിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ
ഈ ഇൽത്തുമിഷിൻ്റെ കാലഘട്ടം മുതൽ ഹെറിഡിറ്ററി സക്സഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഈ തുർക്കിഷ് വിഭാഗത്തിൽപ്പെട്ടവർക്ക്, മംഗോളിയൻ അവർക്കൊന്നും ഈ ഹെറിഡിറ്ററി സക്സഷൻ ലോസ് ഇല്ല. എന്ന് പറഞ്ഞാൽ പിൻഗാമി ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു വ്യവസ്ഥയില്ല. അപ്പോൾ ഒരു രാജാവ് മരിച്ചാൽ അടുത്ത രാജാവ് ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമില്ല. എല്ലാ മക്കളും കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും, രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇൽത്തുമിഷ് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ അത് ശരിയാകത്തില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഹെറിഡിറ്ററി സെക്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഏറ്റവും മുതിർന്ന വ്യക്തി ആരാണോ അയാൾ രാജ്യം ഭരിക്കട്ടെ. അപ്പം ഇൽത്തുമിഷിൻ്റെ ഏറ്റവും മുതിർന്ന മകള് റസിയ എന്ന് പറയുന്ന മകളാണ്. അങ്ങനെ റസിയ സുൽത്താന ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണാധികാരിയായിട്ട് മാറി. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏക ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയും ആദ്യത്തെ ഭരണാധികാരിയും പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിക്ക് ശേഷം ആരും ഉണ്ടായിട്ടുമില്ല. പുള്ളിക്കാരി കുറച്ചും കൂടെ പുരുഷന്മാരെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ചു, പർദ്ദ ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ യുദ്ധത്തിനും മറ്റ് വേട്ടയ്ക്കുമൊക്കെ പോയി. അതുപോലെ തന്നെ ഈ പറയുന്ന ആർമറിയൊക്കെ ധരിച്ച് യുദ്ധത്തിന് പോയി. ഇത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറച്ചും കൂടെ അസഹിഷ്ണുക്കളായിട്ടുള്ള തുർക്കിഷ് ഓർത്തഡോക്സ് ഈ റിലീജിയസ് സ്കോളേഴ്സിന് ഭയങ്കര രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടക്കുന്നത് അത്ര ശരിയൊന്നുമല്ല, അതുപോലെ തന്നെ ഒരു പെണ്ണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞാലും ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിം തിയോളജിയൻസ് ഈ റസിയ സുൽത്താനെ എതിർക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ റസിയ സുൽത്താന ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിൻഹജ് സിറാജ് എന്ന് പറയുന്ന ഒരു നോബിൾ അവിടെ ജീവിച്ചിരുന്നത്. പുള്ളിക്കാരൻ പിൽക്കാലത്ത് ഈ നമ്മുടെ റസിയ സുൽത്താനെയൊക്കെ മരിച്ചൊക്കെ കഴിഞ്ഞ് സുൽത്താൻ നസറുദ്ദീൻ മുഹമ്മദ് ഷാ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തബാക്കത്തി നസറി എന്ന് പറയുന്ന ഒരു പുസ്തകം 1260 എഴുതി. ഇതനുസരിച്ചിട്ട് റസിയ സുൽത്താനെ കുറിച്ച് പറയുന്നത്, റസിയ സുൽത്താന പുള്ളിക്കാരിയുടെ ആങ്ങളമാരേക്കാൾ നല്ല ഗംഭീരമായിട്ടുള്ള കഴിവുകളുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് ഈ മുസ്ലിം തിയോളജിയൻസിന്, അതായത് മതപണ്ഡിതന്മാർക്ക് ഒരു സ്ത്രീയെ തങ്ങളുടെ ഭരണാധികാരിയായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ മിൻഹജ് സിറാജ് തൻ്റെ താജുൽ മാസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മളുടെ ഒരു ശവകുടീരമൊക്കെ നോക്കാം. ഇത് നമ്മുടെ ഇൽത്തുമിഷിൻ്റെ ശവകുടീരമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശവകുടീരമൊക്കെയാണ്. ഇനി 1240 നമ്മുടെ റസിയ സുൽത്താന ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൽത്തൂനിയ എന്ന് പറയുന്ന ഒരു ഗവർണർ സിർഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയ വിപ്ലവങ്ങൾ നയിച്ചു. ഇവിടെ ഈ വിപ്ലവം നയിക്കുന്ന സമയത്ത് അൽത്തൂനിയയുമായിട്ട് ഒരു നെഗോഷിയേഷനിലേക്ക് വരികയും റസിയ സുൽത്താനെയും അൽത്തൂനിയയും കൂടെ വിവാഹം ചെയ്യുകയും കൂടെ ചെയ്തു. അങ്ങനെ രണ്ടുപേരും ഒരു പവർഫുൾ ആയിട്ടുള്ള രണ്ടുപേരായിട്ട് അവർ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി തുടങ്ങി. എന്നാൽ പിൽക്കാലത്ത് റസിയ സുൽത്താനെ ഇവിടെയുള്ള നോബിൾസും അതുപോലെ തന്നെ ഇസ്ലാമിക് മത പുരോഹിതരും കൂടെ ചേർന്നിട്ട് നിഷ്കാസനം ചെയ്യുകയും പകരം ബഹ്റാം ഷാ എന്ന് പറയുന്ന മറ്റൊരു ഇൽത്തുമിഷിൻ്റെ മകനെ ചക്രവർത്തിയാക്കി മാറ്റുകയും ചെയ്തു. അടുത്തത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഉലൂഗ് ഖാൻ എന്ന് അദ്ദേഹം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നു. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ റസിയ സുൽത്താന് ശേഷം പിന്നെയുള്ള പല ഭരണാധികാരികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ വളരെയധികം വീക്കായിട്ടുള്ള സക്സസേഴ്സാണ്. ആ സമയത്താണ് ഇൽത്തുമിഷിൻ്റെ മരുമകനായ ഗിയാസുദ്ദീൻ ബാൽബൻ ഈ ഡൽഹി പിടിച്ചെടുത്ത് അദ്ദേഹം ഡൽഹി ഭരിക്കുന്നത്. ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം ഖലീഫയുടെ അധികാരത്തെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ മുഴുവൻ ഭരണാധികാരി ഞാൻ തന്നെയാണ്, ഖലീഫയ്ക്ക് ഇവിടെ യാതൊരു അധികാരവും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ ഖലീഫ പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ സക്സസറാണ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഭരണാധികാരിയാണ്. പക്ഷേ ഇതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഞാനാണ് ഇവിടുത്തെ ദൈവത്തിൻ്റെ ആ ഒരു നിബിയത്ത്, അതായത് പ്രവാചകത്വമുള്ള വ്യക്തി, ഞാനാണ് ഇവിടെ ഈ ഭരണാധികാരിയായിട്ട് അള്ളാഹുവിന് പകരം ഉള്ളത് എന്നൊക്കെയുള്ള ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ നിഴലാണ്, ഗോഡ്സ് ഷാഡോ ഓൺ എർത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. സീൽ ഇലാഹി എന്നാണ് ഈ വാക്കിന് നമ്മൾ പറയുന്നത്. ഇനി അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ദൈവികമായ ചില വരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, നിബിയത് ഈ ഖുദായി അത് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ അദ്ദേഹം രാജ്യം മുഴുവൻ വലിയ രീതിയിൽ പവർഫുള്ളായിട്ട് അതിനെ പിടിച്ചെടുത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ച തുർക്കനി ചഹൽഗാനി എന്ന് പറയുന്ന ഗ്രൂപ്പ് വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവർ രാജാവിനെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഗിയാസുദ്ദീൻ ബാൽബനെ സംബന്ധിച്ച് ഈ തുർക്കനി ചഹൽഗാനി എന്ന് പറയുന്ന 40 ഗ്രൂപ്പ് എപ്പോൾ വേണമെങ്കിലും ഭരണം അട്ടിമറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ
ഈ തുർക്കൻ ചഹൽഗാനി എന്ന് പറയുന്ന 40 പേരുടെ ഭരണത്തെ നമ്മുടെ ബാൽബൻ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ ഒരു പ്രദേശങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇദ്ദേഹം ഒരു പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം തന്നെ എതിർക്കുന്നവരെയെല്ലാം കൊന്നുകളയുകയോ അല്ലെങ്കിൽ ഇംപ്രസൺ ചെയ്യുകയോ ചെയ്തു. എന്നിട്ട് തുർക്കികളുടെ മാത്രം ഭരണം കൊണ്ടുവന്നു, തുർക്കികളല്ലാത്തവർ ഭരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മുസ്ലിംസിനെ യാതൊരു തരത്തിലും ഭരണാധികാരത്തിലോ ഒരു കാര്യത്തിലോ ഇടപെടിച്ചിട്ടില്ല. അങ്ങനെ വളരെ റേഷ്യലായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇന്ത്യൻ മുസ്ലിംസിനോട് കാണിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പേർഷ്യൻ ന്യൂ ഇയർ ആയ നവറോസ്, പേർഷ്യൻ ന്യൂ ഇയർ ആണ് നവറോസ്, നമ്മുടെ പാഴ്സി മതക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണ്. ഇത് അദ്ദേഹം ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഇനി നസീർ അമീറുൽ മൊമീൻ എന്ന് അദ്ദേഹം സ്വയം വിളിച്ചു. ഖലീഫയോടൊപ്പം തന്നെ നിൽക്കുന്ന റൈറ്റ് ഹാൻഡ് മാൻ ആണ് ഞാൻ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഈ ഭരണത്തിലേക്ക് നോക്കിയപ്പോഴത്തേക്കും മുഴുവൻ അഴിമതിയാണെന്ന് കണ്ടു. അപ്പോൾ ഡൽഹി സുൽത്താൻമാരുടെ ഒരു ഭരണ കാലഘട്ടത്തിൽ ഇക്ത സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഈ ഇക്ത സിസ്റ്റം അനുസരിച്ചിട്ട് ഈ ഭരണം നടത്തുന്ന ഗവർണർമാർ തന്നെ അവിടെയുള്ള ഇവിടെയുള്ള റവന്യൂ എല്ലാം പിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഗവർണർമാർ തന്നെ റവന്യൂ പിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയ ഒരു എമൗണ്ട് അവരായി തന്നെ വരികയാണ്. സുൽത്താൻ ചോദിക്കാനും പറയാനൊന്നും പോകത്തില്ല, സുൽത്താൻ കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ അഴിമതി കാണിക്കുന്നു എന്ന് മനസ്സിലായിട്ട് നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ ഈ ദിവാനി അറിസ് എന്ന് പറയുന്ന മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ മിലിറ്ററി കമാൻഡേഴ്സ് ആണ് ഈ ഗവർണർമാർ. അവരിൽ നിന്നും ദിവാനി വിസാറത്ത് എന്ന് പറയുന്ന പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം മാറ്റി. ഇതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. നേരത്തെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിരുന്നു, ഇവർ തന്നെയായിരുന്നു കമാൻഡേഴ്സ്. എന്നിട്ട് ഇവരിൽ നിന്ന് ഇവരുടെ അധികാരങ്ങൾ, അതായത് ഗവർണർമാരുടെയും പട്ടണ മേധാവികളുടെയും ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ദിവാനി വിസാറത്ത് എന്ന് പറയുന്ന പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. ഇങ്ങനെ അഴിമതി കുറയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ബ്യൂറോക്രസിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രമാണിമാരും ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതി കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചാരന്മാരെ നിയോഗിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇവരെ അച്ചടക്കമുള്ളവരാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 2 ട്രഡീഷൻസ് ആരംഭിച്ചു, സിജാദയും അതുപോലെ തന്നെ പൈബോസും. ഈ സിജാദ എന്ന് പറഞ്ഞാൽ പ്രോസ്ട്രേഷനാണ്. നമ്മുടെ മുട്ടുകുത്തി നിന്ന് ഈ നെറ്റി ഈ നിലത്ത് മുട്ടിക്കുന്ന ഒരു രീതിയാണ്. അപ്പം ചക്രവർത്തിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നോബിൾ അല്ലെങ്കിൽ ഒരു പ്രമാണി അയാൾ മുട്ടുകുത്തി എന്ന് ഈ നെറ്റി താഴെ ചുംബിക്കണം. പൈബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താനോട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ സുൽത്താൻ്റെ കാല് ചുംബിക്കണം. ഈ 2 ട്രഡീഷൻസും ഇദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അധികാരം മുഴുവൻ അവിടെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഗിയാസുദ്ദീൻ ബാൽബന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പതിയെ ഈ മംലൂക്ക് സുൽത്താനായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ഇവിടെ മുഴുവൻ അടിയും ബഹളവും ഒക്കെ ആയി അവസാനം ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമാണി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഈ ഡൽഹി പിടിച്ചെടുത്ത് ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി സ്ഥാപിച്ചു. അദ്ദേഹം അതിനുവേണ്ടി നടത്തിയ യുദ്ധങ്ങളാണ് ഡൈനാസ്റ്റിക് റവല്യൂഷൻ എന്നറിയപ്പെടുന്ന 1290 ഈ റവല്യൂഷൻ നടക്കുന്നത്. അങ്ങനെ ജലാലുദ്ദീൻ ഖിൽജി ഡൽഹിയുടെ പുതിയ സുൽത്താനായിട്ട് മാറി. അങ്ങനെ പുതിയൊരു രാജവംശം ആരംഭിക്കുകയാണ് ഖിൽജി അല്ലെങ്കിൽ ഖൽജി സുൽത്താനറ്റ്. ഇവർ തുർക്കിഷ് വിഭാഗമായിട്ടുള്ള സെൽജൂക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ ഇദ്ദേഹം ഭരണാധികാരിയായിട്ട് മാറി. ഇദ്ദേഹത്തിന് ആ കാലഘട്ടം വരെ ഇന്ത്യക്കാരോടുണ്ടായിരുന്ന ഒരു പ്രശ്നം അദ്ദേഹം എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് ഹിന്ദു റൂളേഴ്സുമായിട്ട് ഹിന്ദു വിശ്വാസികളുമായിട്ട് നല്ലൊരു ബന്ധം അദ്ദേഹം സ്ഥാപിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്റ്റേറ്റ് കനോട്ട് ബിക്കം എ ട്രൂലി ഇസ്ലാം. നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് അതൊരു ഇസ്ലാമിക രാഷ്ട്രമാകുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇനി ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരു കൺവെർട്ടഡ് ഇന്ത്യൻ മുസ്ലിം ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടാണ് ബാൽബനൊക്കെ അല്ലെങ്കിൽ ഇൽത്തുമിഷൊക്കെ ഇവരെ ഒന്നും ഇന്ത്യൻ മുസ്ലിംസിനൊന്നും അടുപ്പിക്കത്തൊന്നുമില്ലായിരുന്നു. എന്തായാലും ജലാലുദ്ദീൻ ഖൽജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു 6 വർഷമേ ഭരിക്കാൻ പറ്റുള്ളൂ. 6ാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ സണ്ണില്ലോ ആയ അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തെ ചതുവിൽ കൊന്നുകളയുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. ഈ അലാവുദ്ദീൻ ഖിൽജി
അമീർ ഇ തുസുക്ക് അല്ലെങ്കിൽ അറിസി മുമാലിക് എന്ന് തുടങ്ങുന്ന അധികാരത്തിലാണ് അദ്ദേഹം ഈ ജലാലുദ്ദീൻ ഖൽജിയുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മരുമകനുമാണ് അമീർ ഇ തുസുക്ക്, മാസ്റ്റർ ഓഫ് സെറിമണീസ്. കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. അറിസി മുമാലിക് മിനിസ്റ്റർ ഓഫ് ലോ, അങ്ങനെ മിനിസ്റ്റർ ആയിരുന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹം ജലാലുദ്ദീൻ ഖൽജിയുടെ കീഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു? ജലാലുദ്ദീൻ ഖൽജി അദ്ദേഹം അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഇവിടെ ജലാലുദ്ദീൻ ഖൽജിയുടെ ഹിന്ദുക്കളോടുള്ള നല്ല ഒരു പോളിസി ഓഫ് ടോളറൻസ് എന്ന് പറയുന്ന ഒരാശയം അദ്ദേഹം തകിടം മറിച്ച് നേരെ തിരിക്കുകയാണ് ചെയ്തത്. ഇനി ഈ അലാവുദ്ദീൻ ഖൽജിയെ ആരെങ്കിലും ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം വകവരുത്തിയിരുന്നു. അങ്ങനത്തെ ഒരു ഭരണാധികാരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം, കിങ്ഷിപ്പ് നോസ് നോ കിങ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അഡോപ്റ്റ് ചെയ്തു. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ഭരണം, അതായത് സ്റ്റേറ്റിന്റെ ഭരണം എന്ന് പറയുന്നത് മതവുമായിട്ട് മാറ്റി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സെപ്പറേറ്റഡ് റിലീജിയൻ ഫ്രം ദ പൊളിറ്റിക്സ്. രാഷ്ട്രത്തിൽ മതത്തിനെ ഇടപെടുക്കാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്തില്ല. അങ്ങനെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഒരു ഭരണമാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. ഈ സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ചരിത്രകാരനുണ്ട്. അദ്ദേഹം തരീഖി ഫിറൂസ് ഷാഹി, ഫത്വായി ജഹന്താരി തുടങ്ങുന്ന 2 ഗ്രന്ഥങ്ങൾ അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. തരീഖി ഫിറൂസ് ഷാഹിയും ഫത്വായി ജഹന്താരി എഴുതിയത് സിയാവുദ്ദീൻ ബറാനിയാണ്. ഇനി അലാവുദ്ദീൻ ഖൽജി സ്വയം സ്വീകരിച്ച ഒരു പേരാണ് സിക്കന്ദർ ഇ ആസാം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട കവികളായിരുന്നു അമീർ ഖുസ്രുവും മീർ ഹസൻ ദഹ്ലാവിയും. ഈ അമീർ ഖുസ്രു എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഖാജ നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ സൂഫി പണ്ഡിതന്റെ ശിഷ്യനാണ് ഈ അമീർ ഖുസ്രു. അദ്ദേഹം ഖവാലി എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ രീതി ആരംഭിച്ചു. ഈ സൂഫികൾ പാട്ടുകളും ഡാൻസുകളും ഒക്കെ കളിച്ചാണ് അവർ ആരാധന നടത്തുന്നത്. അപ്പൊ ഈ സൂഫി സംഗീതത്തിന്റെ ഭാഗമായിട്ട് ഖവാലി എന്ന് പറയുന്ന ഒരു പാട്ട് രീതി അദ്ദേഹം ഇൻവെന്റ് ചെയ്തു. അതേപോലെ തന്നെ സിതാർ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അദ്ദേഹം ഉണ്ടാക്കി. തരണ, ത്രിപത് എന്ന് പറയുന്ന 2 ഹിന്ദുസ്ഥാനി മ്യൂസിക് കമ്പോസിഷൻസ് അദ്ദേഹം രൂപീകരിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു മേജർ ഉറുദു പോയറ്റാണ് പുള്ളി. ഇനി അതേപോലെ തന്നെ അലാവുദ്ദീൻ ഖൽജി ഇദ്ദേഹത്തിന് കൊടുത്ത ഒരു ടൈറ്റിലാണ് തുതി ഹിന്ദ്, ദ പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേര്. ഇനി അലാവുദ്ദീൻ ഖൽജിയുടെ പ്രധാനപ്പെട്ട ആർക്കിടെക്ചേഴ്സ്, അദ്ദേഹം നിർമ്മിച്ച പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, അലൈ ദർവാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് എന്നാണ് അർത്ഥം. ഗേറ്റ്, ഓക്കെ. ഹൗസ് കോസ്, മഹൽ ഹസാർ സത്തൂൻ, ജമൈദ് ഖാന മോസ്ക്, അലൈ മിനാർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചോണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് പണിത ഒരു ക്യാപിറ്റൽ സിറ്റിയാണ് സിറി എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മാറ്റിയിട്ട് സ്ഥാപിക്കുകയും അവിടെ തൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി നമ്മൾ ഒരു 1-2 കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പേര് ഇക്ത സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇക്ത സിസ്റ്റം. ഈ ഇക്ത സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ മൊത്തം രാജ്യത്തെ പല പ്രൊവിൻസുകളായിട്ട് തിരിക്കും. പല പ്രൊവിൻസുകളായിട്ട് തിരിച്ചിട്ട് ഇതിൽ പല സബ് പ്രൊവിൻസായിട്ടൊക്കെ നമ്മൾ തിരിക്കും. എന്നിട്ട് ഓരോ പ്രൊവിൻസും ഓരോ മുക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗവർണർക്ക് കൊടുക്കും. എന്നിട്ട് ഈ ഗവർണർ ആണ് ഇത് ഭരിക്കുന്നത്. അയാൾക്കാർക്ക് ഈ ഇക്ത കൊടുക്കുക. ഇയാൾക്ക് സാലറി ഇല്ല, മറിച്ച് ഈ പ്രദേശത്തു നിന്ന് കിട്ടുന്ന ടാക്സ് ആൻഡ് റവന്യൂ മുഴുവൻ ഇയാൾക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇയാൾ സുൽത്താന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യുക? ഒരു നിശ്ചിത നമ്പർ ഓഫ് ആർമിയെ അയാൾ കീപ്പ് ചെയ്യണം. എന്നിട്ട് ഇയാൾക്ക് വേണ്ട ശമ്പളമൊക്കെ എടുത്തിട്ട് ബാക്കി ഖജനാവിലേക്ക് അടയ്ക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഈ ഇക്ത സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് സുൽത്താന് സ്വന്തമായിട്ട് വലിയ ആർമി ഇല്ല, മറിച്ച് ഈ ഗവർണർമാരും മുക്തീസിനാണ് വലിയ ആർമീസ് ഉള്ളത്. സുൽത്താൻ എപ്പോൾ ആവശ്യപ്പെടുന്നോ ആ സമയത്ത് ഇവർ ആർമിയായിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ 1-2 സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. 1204-5 ആ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഈ ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരായിട്ടുള്ള ചില ഈ മംഗോളിയൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ
ഡൽഹി ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് അലാവുദ്ദീൻ ഖിൽജി സിസോദിയ രാജാക്കന്മാരുടെ ചിറ്റോർ എന്ന് പറയുന്ന വലിയൊരു കോട്ട ആക്രമിച്ചിട്ട് അവിടുത്തെ രാജാവായ രത്തൻ സിംഗിനെ തോൽപ്പിക്കുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തത്. ഈ രത്തൻ സിംഗിൻ്റെ ഭാര്യ പത്മാവതി ഇത് ജൗഹർ എന്ന് പറയുന്ന ഒരു സ്വയം ആത്മഹത്യ അനുഷ്ഠിച്ച് മരിക്കുകയൊക്കെ ചെയ്ത ഒരു കഥയൊക്കെ ഉണ്ട്. നമ്മുടെ പത്മാവ് എന്ന് പറയുന്ന സിനിമയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇങ്ങനെ ചിറ്റോറൊക്കെ പിടിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി. ചിറ്റോർഗർ പിടിച്ചിട്ട് തിരിച്ചുപോയ സമയത്ത് ഈ ഡൽഹിയിലേക്ക് ആ തക്കം നോക്കി മംഗോളിയന്മാർ ആക്രമിക്കുന്നുണ്ട്. 7 ദിവസത്തേക്ക് അലാവുദ്ദീൻ ഖിൽജിക്ക് ഡൽഹിയിലോട്ട് കയറാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ മംഗോളിയന്മാരെ തോൽപ്പിച്ച് അദ്ദേഹം അകത്ത് കയറിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് സ്വന്തമായിട്ട് ഈ മുക്തീസ് അല്ലെങ്കിൽ പ്രൊവിൻസിലെ ഗവർണർമാരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് വലിയൊരു ആർമി ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, എന്ത് ഭീഷണിയെ നേരിടാൻ വേണ്ടി കഴിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം വലിയൊരു ലാർജസ്റ്റ് പെർമനന്റ് സ്റ്റാൻഡിങ് ആർമിയെ രൂപീകരിച്ചു. അങ്ങനെ ഇക്ത സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം അദ്ദേഹം എന്ത് ചെയ്തു, അത് അവസാനിപ്പിക്കുകയും അദ്ദേഹം ഗവർണർമാർക്ക് സാലറി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ ഈ പ്രൊവിൻസുകളിൽ നിന്നും ഈ റവന്യൂ കളക്ട് ചെയ്ത് ഖജനാവിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇക്ത സിസ്റ്റം അവസാനിപ്പിച്ചതിന് ശേഷം ഒരു ലാർജ് പെർമനന്റ് ആർമിയെ രൂപീകരിച്ചിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് റവന്യൂ എന്ന് പറയുന്നത് പിടിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം ഇവർക്ക് ഇനി തൊട്ട് മുക്തീസ് എന്ന് പറയുന്ന ഗവർണർമാർക്ക് ഇനി ആർമിയെ പരിപാലിക്കേണ്ട കാര്യമില്ല, ചക്രവർത്തി തന്നെ നേരിട്ട് വലിയൊരു ആർമിയെ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ഈ ആർമിക്ക് റോയൽ ട്രഷറിയിൽ നിന്ന് നേരിട്ട് പണം എടുത്തു കൊടുത്തു. നേരത്തെ പോലെ ഇക്ത ഒന്നും കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ലാൻഡ് ഒന്നും കൊടുക്കത്തില്ല, മറിച്ച് പണമായിട്ട് തന്നെ സാലറി കൊടുത്തു. ഇത് അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചു. അങ്ങനെ മിലിറ്ററിയെ മൊത്തത്തിൽ റിഫോം ചെയ്തു. ഇനി ചെഹ്റ എന്നും ദഗ് എന്നും 2 സിസ്റ്റംസ് അദ്ദേഹം നടപ്പിലാക്കി. ചെഹ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾജിയറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മളൊരു ഐഡൻറ്റിറ്റി കാർഡ് ഒക്കെ പോലെ വെക്കുന്ന ഒരു സോൾജിയർ, അയാൾ ഇന്ന പേരെന്താണ്, അയാൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത്. ദഗ് എന്ന് പറയുന്നത് ബ്രാൻഡിങ് ഓഫ് ഹോഴ്സ് ആണ്. ഹോഴ്സിനെ അതുപോലെ തന്നെ ബ്രാൻഡ് ചെയ്യുന്ന രീതിയാണ്, ഏറ്റവും ഗുണമേന്മയുള്ള ഹോഴ്സ്, അങ്ങനെയുള്ള രീതിയിൽ. ഇനി അദ്ദേഹം ഈ സമയത്ത് ഈ ആർമിയെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തതോടുകൂടി ആർമിക്ക് എന്താണ് ഒരു ആർമിയെ പോറ്റാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ ഒരു തുക അയാൾക്ക് ആവശ്യമായിരുന്നു. അപ്പം അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ലോകം മുഴുവൻ പിടിച്ചെടുക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിക്കന്ദർ ആസാം എന്നാണ് അദ്ദേഹത്തെ സ്വയം വിളിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ലോകം മുഴുവൻ പിടിച്ചെടുക്കുന്ന ഒരു ചക്രവർത്തി എന്നൊക്കെ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ആർമി അത് കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ സാലറി കൊടുക്കണം, അതിന് വലിയ പണം ആവശ്യമാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ അവിടെ നിന്നുണ്ടായിരുന്ന കർഷകരുടെ മുകളിൽ അന്നുണ്ടായിരുന്ന ടാക്സ് ഇരട്ടിപ്പിച്ച് 50% റവന്യൂ അദ്ദേഹം ഈടാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കൂടുതൽ പ്രദേശങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരെ അദ്ദേഹം സപ്പോർട്ട് കൊടുത്തു. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇദ്ദേഹം മറ്റു ചില കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്തു. ഇദ്ദേഹം ഈ സൈനികർക്ക് വേണ്ടിയിട്ട് പുതിയ നഗരങ്ങളും കന്റോൺമെന്റ്സും ഒക്കെ പണിതു. ഈ ആർമി പല സ്ഥലങ്ങളിലും പോയി യുദ്ധങ്ങൾ ചെയ്തു. സൗത്ത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഡൽഹി സുൽത്താൻമാർ യുദ്ധങ്ങൾ നടത്തിയത് ഈ കാലഘട്ടത്തിലൊക്കെയാണ്. നമുക്കതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ നടന്ന് അലാവുദ്ദീൻ ഖിൽജി വളരെയധികം പവർഫുള്ളായി. കാരണം മംഗോളിയന്മാരുടെ ഒരു പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവസാനം വലിയ രീതിയിൽ അവർ ശക്തരായിട്ട് മാറി. അപ്പോൾ ഈ സമയത്ത് യുദ്ധങ്ങൾ ചെയ്താലും സോൾജേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഒക്കെ വലിയ രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വലിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഏതൊരു കാലത്ത്, ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിലും നമ്മളൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടെ അലാവുദ്ദീൻ ഖിൽജിക്ക് ഈ കാര്യം മനസ്സിലായി, വിലക്കയറ്റം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പല മാർക്കറ്റിലെ പല ട്രേഡേഴ്സും ഈ സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാനുള്ള ചാൻസും അവിടെ വളരെ കൂടുതലാണ്. സോ അലാവുദ്ദീൻ ഖിൽജി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ മാർക്കറ്റ് റിഫോംസ് കൊണ്ടുവന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാജാവ് കച്ചവടത്തിൽ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മാർക്കറ്റിനെ മൊത്തം 3ആയിട്ട് തിരിച്ചു. ഒന്നാമത്തെ മാർക്കറ്റ് ഫുഡ് ഗ്രെയിൻസ് കിട്ടുന്ന മാർക്കറ്റ്, രണ്ടാമത്തെ മാർക്കറ്റ് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള കോസ്റ്റ്ലി ഐറ്റംസ് കിട്ടുന്ന മാർക്കറ്റ്, കുറച്ച് പണക്കാർക്കൊക്കെ പറ്റുന്നത്, മൂന്നാമത്തത് ഹോഴ്സിനും സ്ലേവ്സിനും അടിമകൾക്കും കുതിരകളെയും വിൽക്കുന്ന മാർക്കറ്റ്. അങ്ങനെ 3ആയിട്ട് തിരിച്ചു. എന്നിട്ട്
ഈ മാർക്കറ്റുകളുടെ മുകളിൽ അധികാരികളായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഷഹന-ഇ മന്തി എന്ന് പറയുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥനെ ഓരോ മാർക്കറ്റിൽ നിയമിച്ചു. എന്നിട്ട് മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് മൊത്തമായിട്ട് നൈബി റിയാസത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രിയെയും അദ്ദേഹം നിർമ്മിച്ചു. ഈ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനി റിയാസത്ത് എന്നൊക്കെ പറയുന്നത്. ഇവരെന്ത് ചെയ്തു, ഈ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചു. എന്നിട്ട് അലാവുദ്ദീൻ ഖൽജി എല്ലാ സാധനങ്ങൾക്കും ഒരു നിശ്ചിത തുക ഈടാക്കി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അരിക്ക് ഒരു 100 രൂപ എന്ന് വിചാരിച്ചോ. അപ്പോൾ ബിരിയാണി അരിക്ക് 100 രൂപ. ഒരു കച്ചവടക്കാരന് 100 രൂപ വരെ മാക്സിമം 1 കിലോ അരിക്ക് ഈടാക്കാം. അതിൽ കൂടുതൽ അയാൾ ഈടാക്കി കഴിഞ്ഞാൽ ഈ ഷഹനായി മന്തിയോ അല്ലെങ്കിൽ ഇയാളോ എന്ത് ചെയ്യും, ഇടപെട്ട് ഇയാൾക്ക് പണിഷ്മെന്റ് ചെയ്യും. അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് എല്ലാ കച്ചവടക്കാരും ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിൽ പണം ഈടാക്കിയില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് കരിഞ്ചന്തകളും പൂഴ്ത്തിവെപ്പും എല്ലാം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്തു. ഇനി എല്ലാ ദിവസവും ഡെയിലി റിപ്പോർട്ട്സ് അദ്ദേഹം മാർക്കറ്റുകളെ കുറിച്ച് അദ്ദേഹം സമാഹരിച്ച് മാർക്കറ്റുകളിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇത്തരത്തിൽ അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തിരുന്ന രഹസ്യ സേനയാണ്, ഇന്റലിജൻസ് ഓഫീസറാണ് ബെറിറ്റ് എന്ന് പറയുന്നത്. ഇനി ആളുമാറി ആരും കാണാതെ, നമ്മുടെ റോ ഒക്കെ പോകുന്നത് പോലെ ആരും കാണാതെ പോകുന്ന ഗ്രൂപ്പാണ് മുൻഹിയാൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അടുത്തത് തുഗ്ലക് സുൽത്താനേറ്റ് ആണ്. നമ്മുടെ അലാവുദ്ദീൻ ഖൽജി അവിടെ ഇങ്ങനെ ഭരണമൊക്കെ നടത്തി. അദ്ദേഹം അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കമാൻഡർ ആയിരുന്ന മാലിക് കാഫൂർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് തേരോട്ടമൊക്കെ നടന്ന് അവിടുത്തെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അലാവുദ്ദീൻ ഖൽജി മരിച്ചു. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുബാറക് ഖൽജി അധികാരത്തിൽ വന്നു. പക്ഷെ മുബാറക് ഖൽജിയുടെ ഒരു സുഹൃത്തായിരുന്നു ഖുസ്രു ഖാൻ ഈ മുബാറക് ഖൽജിയെ ചതുവിൽ തോൽപ്പിക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ഖുസ്രു ഖാൻ ഒരു ഹിന്ദു ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, കൺവെർട്ട് ചെയ്ത് മുസ്ലിം ആയതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒന്നാമത് ഹിന്ദുവാണ്, കൺവെർട്ടഡ് മുസ്ലിമാണ്. അപ്പോൾ കൺവെർട്ടഡ് മുസ്ലിംസിന് ഓൾറെഡി വലിയ പ്രാധാന്യമൊന്നും പണ്ട് തൊട്ടേ ഇല്ല. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ചക്രവർത്തിയെ കൊന്നിട്ടാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ചക്രവർത്തിയെ കൊന്നിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഡൽഹിയിൽ വന്നു. അവിടെ മുസ്ലിം നോബിൾസ്, പ്രമാണിമാരും അതുപോലെ തന്നെ മതപുരോഹിതരും ഒക്കെ ഇതിനകത്തെതിരായിട്ട് രംഗത്ത് വന്നു. ആ കൂട്ടത്തിൽ ഇവർക്ക് ഈ ഖുസ്രു ഖാനെ നേരിടാൻ പറ്റാതെ വന്ന ഒരു അവസരത്തിൽ ഈ പഞ്ചാബിലെ ഗവർണറായിരുന്ന ഗാസി മാലിക്കിനെ ഇവരെല്ലാം കൂടെ വിളിച്ചു. എന്നിട്ട് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും, നിങ്ങളൊന്ന് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. ഗാസി മാലിക് ഡൽഹിയിലേക്ക് വരികയും ഡൽഹിയിൽ ഖുസ്രു ഖാനെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെ എല്ലാം കൊന്നുകളഞ്ഞിട്ട് അദ്ദേഹം ഡൽഹി പിടിച്ചെടുത്ത് അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ ഗാസി മാലിക് അധികാരം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം ചക്രവർത്തി ആയപ്പോൾ ഗിയാസുദ്ദീൻ തുഗ്ലക് എന്നാണ് അദ്ദേഹത്തിന്റെ നാമം സ്വീകരിച്ചത്. അങ്ങനെ തുഗ്ലക് രാജവംശം ആരംഭിക്കുകയാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് ആദ്യത്തെ ചക്രവർത്തി അല്ലെങ്കിൽ സുൽത്താൻ. അദ്ദേഹത്തിന്റെ ടൈറ്റിലാണ് ഗാസി എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ്, ഇറിഗേഷൻ. ഇനി ഡൽഹിക്കടുത്ത് തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന പുതിയൊരു സിറ്റി സ്ഥാപിച്ച് അത് തന്റെ ക്യാപിറ്റലായിട്ട് മാറ്റി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആമീർ ഖുസ്രുവിന്റെ തുഗ്ലക് നാമ എന്ന് പറയുന്ന പുസ്തകം ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ചരിത്രവും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ശേഷം അധികാരത്തിൽ വന്ന ആളാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ തുഗ്ലക് രാജവംശം അതിന്റെ ഏറ്റവും പരമോന്നതമായ ഹൈയിലേക്ക് അത് പോവുകയും അതേ സമയത്ത് തന്നെ അവിടെ നിന്ന് തകരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഈ അലാവുദ്ദീൻ ഖൽജിക്ക് ശേഷം മംഗോളിയന്മാര് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തു. ഇതിനെതിരായിട്ട് മംഗോളിയന്മാർക്ക് അന്നത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഈ മംഗോളിയന്മാർ. അലാവുദ്ദീൻ ഖൽജി ഓൾറെഡി തോൽപ്പിച്ചിട്ടുണ്ട് അവരെ. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അതിശക്തമായിട്ട് ഇവരെ എതിർത്ത് ഇവരെ തോൽപ്പിച്ചു കളഞ്ഞു. അങ്ങനെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭയങ്കര ശക്തനായിട്ട് മാറി. ഇങ്ങനെ ശക്തനായിട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു വിസിറ്റർ വരുന്നത്. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കോയിലെ ഒരു സഞ്ചാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കയുടെ മുകൾ ഭാഗത്ത്, നോർത്തേൺ ആഫ്രിക്കയിൽ നമ്മുടെ ഈജിപ്തിനോടൊക്കെ ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഈ ഇബ്നു ബത്തൂത്ത തൻ്റെ പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജിന് പോവുകയും ഹജ്ജിന് വഴി നമ്മുടെ ഈ പേർഷ്യ വഴി ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു. മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലത്ത് ഇവിടെ എത്തി അദ്ദേഹമായിട്ട് പരിചയപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൽ ഇഷ്ടപ്പെട്ടിട്ട്
ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഈ ഇബ്നു ബത്തൂത്തയെ അദ്ദേഹത്തിൻ്റെ സമ്മാനങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ തൻ്റെ ഡൽഹിയുടെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഗാസി അതായത് ഡൽഹിയുടെ ചീഫ് ഗാസിയായിട്ട് അദ്ദേഹത്തെ നിയമിക്കണം എന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ആയിട്ട്. അങ്ങനെ ഗാസിയായിട്ട് നിയമിച്ച് കുറേ കാലഘട്ടം അദ്ദേഹം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഇബ്നു ബത്തൂത്തയോട് എന്തോ സംശയമൊക്കെ തോന്നി. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ട് വീണ്ടും റിലീസ് ചെയ്തു. വീണ്ടും അദ്ദേഹത്തെ ഗാസിയായിട്ട് നിയമിച്ചു. ഏറ്റവും അവസാനം 56 വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ച് തനിക്ക് മൊറോക്കോയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇബ്നു ബത്തൂത്ത തിരിച്ച് മൊറോക്കോയിലേക്ക് പോകുന്ന വഴിക്ക് മുഹമ്മദ് തുഗ്ലക്ക് പറഞ്ഞു, എൻ്റെ അംബാസിഡറായിട്ട് ചൈനയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ചൈനയിലെ ചക്രവർത്തിമാർ. അങ്ങനെ ഇബ്നു ബത്തൂത്ത ഈ രാജാവിൻ്റെ കത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കരവഴി നമ്മളുടെ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച് നമ്മുടെ മലബാർ പ്രദേശവും കാലിക്കട്ടും ഒക്കെ സന്ദർശിച്ച് അദ്ദേഹം ശ്രീലങ്കയിൽ പോയി. ശ്രീലങ്കയിൽ നിന്ന് മാലിദ്വീപ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിലേക്ക് പോയി. മാലിദ്വീപിലും അവിടെ ഒരു ഇസ്ലാമിക ഭരണാധികാരിയാണ്. അവിടെ ഏതാണ്ട് 1 വർഷത്തോളം അദ്ദേഹം ചീഫ് ഗാസി അതായത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. അതിനുശേഷം അദ്ദേഹം കപ്പൽ കയറി ബംഗാളിൽ ചെല്ലുകയും ബംഗാൾ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് 2 വർഷത്തിന് ശേഷം ചൈനയിലേക്ക് എത്തുകയും ചെയ്തു. ചൈനയിലെത്തി അദ്ദേഹം അവിടെ തൻ്റെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചും മൊറോക്കോയിലേക്ക് പോയി. മൊറോക്കോയിലെ സുൽത്താൻ അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വീകരിച്ചു. അവിടെ വെച്ച് മൊറോക്കോ സുൽത്താൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് റിഹ്ല, മൈ ട്രാവൽസ് എന്നാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലിൻ്റെ അർത്ഥം. അന്ന് നോക്കി വെച്ചോണം. ഇനി അദ്ദേഹം ജൻബന എന്ന് പറയുന്ന ഒരു സിറ്റി പണിതു. ആദിലാബാദ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു കോട്ടയും അദ്ദേഹത്തിന് പണിതിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമ്മൾ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിലേക്ക് മാലിക് കാഫൂർ എന്ന് പറയുന്ന കമാൻഡറിനെ അയച്ചു എന്ന് പറഞ്ഞിരുന്നു. അതായത് സൗത്ത് ഇന്ത്യയിൽ ചെന്നിട്ട് ഹൊയ്സാല, കാഗാദിയ, പാണ്ഡ്യ എന്ന് പറയുന്ന 3 രാജാക്കന്മാർ തോൽപ്പിച്ച് ഈ സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയ പ്രദേശം പിടിച്ചെടുത്തു. പക്ഷേ ഈ അലാവുദ്ദീൻ ഖിൽജി തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവർ സ്വതന്ത്രമായിട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ പിടിച്ചു നിർത്താനൊന്നും പറ്റുന്നില്ല. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വീണ്ടും അവരുടെ കമാൻഡേഴ്സിനെയൊക്കെ അയച്ച് ഈ രാജ്യങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തു. ഈ കൂട്ടത്തിൽ ഹൊയ്സാല രാജാവായ വീരവെല്ലാള മൂന്നാമനെ തോൽപ്പിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞ് ഈ രാജ്യം പിടിച്ചെടുത്തു. അതുപോലെ തന്നെ പാണ്ഡ്യ രാജാക്കന്മാരെ തകർത്ത് കളഞ്ഞു. അങ്ങനെ സൗത്ത് ഇന്ത്യ ഈ ഡൽഹി സുൽത്താനിൻ്റെ കീഴിലേക്ക് വന്നു. പക്ഷെ അധികകാലം ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനും അത് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. 1347 കാലഘട്ടം മുതൽ ഈ സൗത്ത് ഇന്ത്യയിൽ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഉയർന്നു വന്നു. വിജയനഗര സാമ്രാജ്യം, ഈ വീരവെല്ലാള മൂന്നാമൻ്റെ കമാൻഡേഴ്സായ ബുക്കയും ഹരിഹരയും കൂടാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഗവർണർ സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു രാജ്യം സ്ഥാപിച്ചു. അതാണ് ബാമണി സാമ്രാജ്യം. പിന്നെ മധുരൈ സുൽത്താനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 36 വർഷം ഭരിച്ച ഒരു തമിഴ്നാട്ടിലൊരു ചെറിയൊരു സുൽത്താനേറ്റും ഉണ്ട്. അവരധികം ഒന്നുമില്ല, ഒരു 36 വർഷം. അതിനുശേഷം ബാമണി സുൽത്താനേറ്റും വിജയനഗര സാമ്രാജ്യം കൂടെ മധുരൈ അങ്ങ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് എമേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹി സുൽത്താൻമാരിൽ വളരെയധികം വിദ്യാഭ്യാസമുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം 3-4 മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. 1930കളുടെ സമയത്ത് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തൊരു മണ്ടത്തരം ദ കോൺക്വസ്റ്റ് ഓഫ് കറാച്ചിൽ കോൺക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഈ മംഗോളിയന്മാരെ അദ്ദേഹം ഓൾറെഡി തോൽപ്പിച്ചല്ലോ. അപ്പോൾ മംഗോളിയന്മാരെ അങ്ങോട്ട് ചെന്ന് തോൽപ്പിച്ചാൽ എന്താണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലിയൊരു സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചു. അദ്ദേഹം ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ കൂട്ട് തന്നെ വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചിട്ട് ആ സൈന്യത്തിന് വേണ്ട തുകയെല്ലാം ആദ്യം തന്നെ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഫുൾ വെപ്പൺസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അദ്ദേഹം എന്ത് ചെയ്തു? ഇവരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങോട്ട് ചെന്ന് നമുക്ക് മംഗോളിയന്മാരെ പിടിച്ചെടുക്കാം, പിന്നെ അവരുടെ ഭീഷണിയൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ ലഡാക്ക് അങ്ങോട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിശൈത്യമാണ്, ഭയങ്കര വിൻ്ററിൻ്റെ കാലഘട്ടമാണ്. മഞ്ഞൊക്കെ പെയ്തിട്ട് ഈ പട്ടാളക്കാരിൽ പകുതി പേരും മരിച്ചുപോയി. അങ്ങനെ അതുകൊണ്ട് 10-60 പേര് മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അങ്ങനെ വലിയൊരു ഡിസാസ്റ്ററായിട്ട് മാറി. അദ്ദേഹത്തിന് മുടക്കിയ മുതലും പോയി. അങ്ങനെ ആകെപ്പാടെ ഒരു വലിയ മണ്ടത്തരമായിട്ട് മാറി. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത മണ്ടത്തരം അദ്ദേഹം ചെയ്തൊരു കാര്യം, അലാവുദ്ദീൻ ഖിൽജി എന്താ ചെയ്തത്? പുതിയ പട്ടണങ്ങൾ പണിത് അത് കന്റോൺമെൻറ്റ്സ് ആയിട്ട് നമ്മുടെ ഈ പട്ടാളക്കാർക്ക് കൊടുത്തപ്പോൾ
മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരു അതിബുദ്ധി കാണിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പട്ടണങ്ങളും സിറ്റികളും പണിയാം, എന്നിട്ട് പഴയതെല്ലാം ഈ സോൾജേഴ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ഡൽഹി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യയിലെ കുറേ പ്രദേശങ്ങളൊക്കെ ഇപ്പം അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മഹാരാഷ്ട്രയ്ക്ക് അടുത്തുള്ള ദൗലത്താബാദ് അല്ലെ ദേവഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ സിറ്റി പണിത് അവിടേക്ക് ക്യാപിറ്റൽ മാറ്റാം. അപ്പോൾ ഡൽഹിയിലേക്ക് പെട്ടെന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും താഴെയാണല്ലോ, അപ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ സിറ്റിയിലേക്ക് തൻ്റെ ക്യാപിറ്റൽ മാറ്റി. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഡൽഹിയിൽ നിന്ന് അത് പട്ടാളക്കാർക്ക് കൊടുത്തിട്ട് അവിടുന്ന് ഈ തുഗ്ലക്കാബാദിൽ നിന്നും ഈ ആളുകളൊക്കെ ആയിട്ട് 600-700 കിലോമീറ്ററോളം അദ്ദേഹം യാത്ര ചെയ്ത് ഈ മഹാരാഷ്ട്രയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഇങ്ങനെ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ അത് വലിയ ഒരു യാത്രയാണ്. ആളുകളൊക്കെ ശപിച്ചിട്ടുണ്ടാകും, കാരണം അവരുടെ പലരുടെയും ജീവനൊക്കെ പോയി. എന്നിട്ട് അദ്ദേഹം 1 വർഷത്തോളം ദൗലത്താബാദ് കേന്ദ്രീകരിച്ച് ഭരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അവിടെ കാര്യമായിട്ട് ജലക്ഷാമമുള്ള പ്രദേശമാണ്, അവിടെ വലിയൊരു വെള്ളമൊന്നും കിട്ടത്തില്ല. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ അബദ്ധം മനസ്സിലായി. അദ്ദേഹം ഈ ദൗലത്താബാദിൽ നിന്ന് പിന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് ആളുകളൊക്കെ ആയിട്ട് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റുന്ന രണ്ടാമത്തെ ഒരു മണ്ടത്തരം. ഇനി മൂന്നാമതായിട്ട് അദ്ദേഹം വേറൊരു അതിബുദ്ധി കാണിച്ചാണ്. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ചൈനയിലെ ചക്രവർത്തിമാർ. ഈ ചൈനയിലെ ചക്രവർത്തിമാരാണ് ആദ്യമായിട്ട് കറൻസി നോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കറൻസി നോട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ എന്താണ് പണ്ടൊക്കെ ആണെങ്കിൽ ഒന്നീ വെള്ളി നാണയം അല്ലെങ്കിൽ സ്വർണ്ണ നാണയം കൊടുക്കുന്നു, അതിൻ്റെ തൂക്കം അനുസരിച്ചിട്ട് അതിൻ്റെ മൂല്യം വരുന്നത്. അപ്പോൾ ഒരു ബാർട്ടർ സിസ്റ്റത്തിൻ്റെ വേറൊരു ഡെവലപ്മെൻ്റ് ആണ് കോയിൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ചൈനീസ് ചക്രവർത്തിമാർ ഒരു പത്രിക എഴുതി കൊടുക്കും. ഈ പത്രികയുമായിട്ട് ചെല്ലുന്ന ആൾക്ക് ഇത്ര സ്വർണ്ണ നാണയം അല്ലെങ്കിൽ വെള്ളി നാണയം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ കറൻസി എന്ന് പറയുന്നത്. അങ്ങനെ ചൈനയിലാണ് കറൻസി ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിനെ ടോക്കൺ കറൻസി എന്നാണ് വിളിക്കുന്നത്. ഈ ടോക്കൺ കറൻസി നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് കാര്യം കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ഈ സോൾജേഴ്സ് വലിയ രീതിയിലുണ്ടല്ലോ. ഇപ്പം മംഗോളിയന്മാരെ തോൽപ്പിക്കാനൊക്കെ പോകാൻ വേണ്ടി സോൾജേഴ്സിനെ വേണം. അപ്പോൾ ഈ സോൾജേഴ്സിന് സാലറി കൊടുക്കണം. സാലറി കൊടുക്കണമെങ്കിൽ സിൽവറാണ് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ സോൾജേഴ്സ് ചീത്ത വിളിക്കും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ജനങ്ങളുടെ കയ്യിലുള്ള സിൽവർ എല്ലാം തൻ്റെ കിട്ടണം. അതിന് അദ്ദേഹം ബ്രോൺസ് കോയിൻസ് ഇഷ്യൂ ചെയ്തു. എന്നിട്ട് ചൈനയിലെ ചക്രവർത്തിമാർ ഇത് പത്രമാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇദ്ദേഹം ബ്രോൺസ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ട് പറഞ്ഞു, ഇതിന് തങ്ക എന്ന് പറയുന്ന സിൽവർ കോയിൻസിൻ്റെ അതേ മൂല്യമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതെടുത്തിട്ട് സിൽവർ തരാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഇതിനകത്തൊരു അബദ്ധം പറ്റിയത്, ഈ ജനങ്ങൾക്ക് ഈ പുള്ളിയേക്കാൾ നല്ല ബുദ്ധിയായിരുന്നു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന വെങ്കലവും ചെമ്പും ഒക്കെ അടിച്ചു പരത്തിയിട്ട് അവർ കുറേ നാണയങ്ങൾ കൗണ്ടർ ഫെയ്റ്റ് ആയിട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഈ നികുതി പിരിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ സാധനം കൊടുത്തു. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖജനാവ് മുഴുവൻ ഈ ബ്രോൺസ് കോയിൻസ് കൊണ്ട് നിറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന സിൽവറും പോയി, അദ്ദേഹത്തിൻ്റെ ഖജനാവ് മുഴുവൻ ചെമ്പും അതുപോലെ തന്നെ വെങ്കലവും നിറയുകയും ചെയ്തു. അങ്ങനെ അതൊരു പരാജയമായിട്ട് മാറി. ഇനി അവസാനം അദ്ദേഹം അത് പിൻവലിക്കുകയാണ് ചെയ്തത്. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കാണിച്ച മറ്റൊരു അബദ്ധം, അദ്ദേഹം വലിയ ബുദ്ധിപരമായിട്ട് ചെയ്തതാണ്. അതൊരു വലിയ ഇനിഷ്യേറ്റീവായിരുന്നു. അദ്ദേഹം തക്കാവി ലോൺ എന്ന് പറയുന്ന ഒരു ലോണ് കൊടുക്കുന്ന കാര്യം പ്രഖ്യാപിച്ചു. കാരണം സോൾജേഴ്സിനൊക്കെ വലിയ രീതിയിൽ ശമ്പളമൊക്കെ കൊടുക്കണമെങ്കിൽ ഈ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന അഗ്രികൾച്ചറിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് സോൾജേഴ്സിന് ശമ്പളമായിട്ട് കൊടുക്കേണ്ടത്. അപ്പം പുള്ളി നോക്കിയപ്പോഴത്തേക്ക് കുറേ വരൾച്ചയും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഈ കർഷകർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, ഞാൻ കുറച്ച് ലോണ് തരാം, നിങ്ങൾ ആ ലോണ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കൾട്ടിവേഷൻ നടത്തുക, നിങ്ങൾ കൃഷി ചെയ്യുക. പക്ഷേ ഇതും വലിയൊരു അബദ്ധമായിട്ട് മാറി. ദിവാനി അമീർ കോഹി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ തക്കാവി ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാർഷിക ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏർപ്പാടാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥരെല്ലാം നല്ല കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ ഈ സാധനമെല്ലാം അട്ടിമറിച്ചു, പൈസ എല്ലാം അടിച്ചു മാറ്റി. അങ്ങനെ അതും ഒരു പരാജയമായിട്ട് മാറി. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതും ഒരു പരാജയമായിട്ട് മാറി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കാർഷിക ലോൺ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്ന ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണെന്ന് പറയാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ നോക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം അധികാരത്തിൽ വരുന്ന ആളാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്ററിനെ, നോൺ തുർക്കിഷ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്തു. ഖാൻ ഇ ജഹാൻ മക്ബാൽ എന്ന് പറയുന്ന ഒരു തെലുങ്ക് ബ്രാഹ്മണനാണ്. അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ വാസിറായിട്ട് അപ്പോയിന്റ് ചെയ്തു. ആ കാലഘട്ടത്തിൽ അന്ന് വരെ ഒരു ചക്രവർത്തിയും ചെയ്യാഞ്ഞ ഒരു കാര്യമൊക്കെയാണ്. ഇനി ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടം മുതൽ ഇക്ത സിസ്റ്റം അവസാനിപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്. ഈ ഇക്ത എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ രാജ്യം മുഴുവൻ പലതായിട്ട് ചെറുതായ പീസുകളായിട്ട് തിരിച്ചിട്ട് ഈ
ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുക, അവരതിൽ നിന്ന് റവന്യൂ എടുത്തിട്ട് ബാക്കിയുള്ളത് രാജാവിന് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. സ്വന്തമായിട്ട് ആർമിയെ ഡെവലപ്പ് ചെയ്യത്തില്ല, ഇവരായിരിക്കും, അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്ന ഇക്തയുള്ള ആൾക്കാരായിരിക്കും, ഇക്തദാർ എന്നും വിളിക്കും, മുക്തി എന്നും വിളിക്കും, അവരായിരിക്കും ഈ ആർമിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് രാജാവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അലാവുദ്ദീൻ ഖൽജി നിർത്തലാക്കിയിരുന്നു. ഫിറോസ് ഷാ തുഗ്ലക്ക് ഈ മതപുരോഹിതരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇക്ത സിസ്റ്റം അദ്ദേഹം പുനരുദ്ധരിച്ചു, അങ്ങനെ അദ്ദേഹം റിവൈവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അത് മാത്രമല്ല ചെയ്ത്, ഇത് ഹെറിഡിറ്ററി ആയിട്ട് മാറ്റുകയും ചെയ്തു. നേരത്തെ അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടത്തിൽ അത് നിർത്തലാക്കിയെങ്കിലും അതിനു മുമ്പ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അതായത് ഒരാൾക്ക് ഒരു ഇക്ത കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഫിറോസ് ഷാ തുഗ്ലക്ക് മതപുരോഹിതരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെറിഡിറ്ററി ആയിട്ട് മാറ്റി. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാം അതേ അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കും. ഈ സമയത്താണ് മാലിക് മുഹമ്മദ് ജയ്സി പത്മാവത് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു കവിത എഴുതുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അലാവുദ്ദീൻ ഖൽജി രത്തൻ സിംഗിന്റെ സിസോദിയ രാജവംശം ആക്രമിക്കുകയും പത്മാവതി എന്ന് പറയുന്ന ക്യൂവിന് ജൗഹർ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത കഥയാണ് അതിനകത്ത് പറയുന്നത്. ഇനി മതപുരോഹിതരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സ്ത്രീകൾ വർഷിപ്പ് ചെയ്യുന്നത്, അതായത് മോസ്കിൽ വർഷിപ്പ് ചെയ്യുന്നത് അദ്ദേഹം നിരോധിച്ചു. നേരത്തെ വർഷിപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഈ മതപുരോഹിതർക്ക് പ്രത്യേകം കൺസെഷൻസ് ടാക്സിലും മറ്റും കൊടുത്തു, അവർക്ക് ടാക്സ് അടക്കേണ്ടി വന്നില്ല. ഇനി ജിസിയ എന്ന് പറയുന്ന ഒരു മതനികുതി അമുസ്ലിങ്ങളുടെ മുകളിൽ അദ്ദേഹം നടപ്പിലാക്കി. കുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്നെ വികലാംഗർക്കും മാത്രമാണ് ജിസിയ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇളവ് കൊടുത്തത്. നേരത്തെ ജിസിയ എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂവിൻ്റെ കൂടെയാണ് ഈടാക്കിയത്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഇസ്ലാമിക മതപുരോഹിതരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഒരു മതനികുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനെയാണ് ജിസിയ എന്ന് പറയുന്നത്. അങ്ങനെ ജിസിയ എന്ന് പറയുന്നത് ആളുകൾ വലിയ രീതിയിൽ വെറുക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇനി ഇത് ഇസ്ലാമിക പുരോഹിതർ പറഞ്ഞു, പെയിന്റിങ്സ് എന്ന് പറയുന്നത് മത ചിട്ട അനുസരിച്ച് ശരിയായിട്ടുള്ള കാര്യമല്ല, പെയിന്റിങ് വരയ്ക്കാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മായ്ക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് മുഴുവൻ കൊട്ടാരത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. അതിനു മുമ്പ് ഈ ഡൽഹി സുൽത്താനിൻ്റെ കൊട്ടാരങ്ങളിൽ വലിയ രീതിയിൽ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു. ഇനി അദ്ദേഹത്തിന് കുറച്ച് നല്ല കാര്യങ്ങളിലൊന്നാണ് ദാറുൽ ഷിഫ എന്ന് പറയുന്ന ഹോസ്പിറ്റൽസ് പണിത്. ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ദാറുൽ ഷിഫ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ പണിയുന്നത്. ഇനി ഹിസാർ, ഫിറോഷാബാദ് എന്ന് പറയുന്ന 2 നഗരങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. ദിവാനി ഖൈറാത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം സ്ഥാപിച്ചു. ദരിദ്രരായ പെൺകുട്ടികളുടെ വിവാഹ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ദിവാനി ഖൈറാത്ത് അദ്ദേഹം സ്ഥാപിച്ചത്. ഇനി ദിവാനി ബന്ധകൻ, ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് അടിമകൾ ഡൽഹി സുൽത്താനിലുണ്ടായിരുന്നു. സുൽത്താൻ തന്നെ ഒരുപാട് 10,000-ഓളം സ്ലേവ്സ് ഉണ്ടായിരുന്നു. ഈ സ്ലേവ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഈ ദിവാൻ ഇ ബന്ധകൻ. ഇനി അതേപോലെ തന്നെ ഇറിഗേഷൻ, ജലസേചനത്തിന് ടാക്സ് ഏർപ്പാടാക്കിയ ആദ്യത്തെ ചക്രവർത്തി ഇദ്ദേഹമാണ്. അടുത്ത ചക്രവർത്തി നസറുദ്ദീൻ മുഹമ്മദ് ഷായാണ്. നസറുദ്ദീൻ മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിൽ 1398 മംഗോളിയന്മാരുടെ തലവനായ തൈമൂർ ഡൽഹി ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ 1398 കൂടി ഈ തുഗ്ലക് രാജവംശം അവസാനിച്ചു. ഇവിടെ തൈമൂർ തിരിച്ചു പോയപ്പോൾ മുൾട്ടാനിലെ ഗവർണർ ആയിരുന്നു കിസിർ ഖാൻ എന്ന് പറയുന്ന ഒരു കമാൻഡർ. അദ്ദേഹം ഇവിടുത്തെ ഗവർണർ, അതായത് ഇന്ത്യയുടെ മുഴുവൻ കാര്യം ഏൽപ്പിച്ചിട്ടാണ് തൈമൂർ തിരിച്ചു പോയത്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡ് ആയിരുന്നു തൈമൂറിൻ്റെ തലസ്ഥാനം. സമർഖണ്ഡിൽ ചെന്ന് അദ്ദേഹം മരിച്ചുപോയി. 1414 തൈമൂർ മരിച്ചതിന് ശേഷം ഈ കിസിർ ഖാൻ എന്ന് പറയുന്ന ആ ഒരു കമാൻഡർ ഡൽഹി സുൽത്താനേറ്റ് പിടിച്ചെടുത്ത് അദ്ദേഹം സയ്യിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി സ്ഥാപിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു അറബിക് വിഭാഗത്തിൽപ്പെട്ട ഒരു കിസിർ ഖാൻ എന്ന് പറയുന്ന അറബിക് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അയാൾ ഡൽഹി സുൽത്താനിൻ്റെ അധികാരിയായിട്ട് മാറി. അദ്ദേഹത്തിന് ശേഷം മുബാറക് ഷാ അധികാരത്തിൽ വന്നു. അതിനുശേഷം മുഹമ്മദ് ഷാ അധികാരത്തിൽ വന്നു. തരീഖി മുബാറക് ഷാഹി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം യഹ്യ ബിൻ അഹമ്മദ് സിർഹിന്ദി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് മുബാറക് ഷായുടെ കാലഘട്ടത്തിൽ യഹ്യ ബിൻ അഹമ്മദ് സിർഹി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൊട്ടാരൻ സദസ്യൻ എഴുതിയതാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഈ സയ്യിദ് ഡൈനാസ്റ്റിയിൽ അലാവുദ്ദീൻ ആലം ഷാ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും ഭരിക്കാൻ പേടിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോബിൾ പ്രമാണിയായിരുന്നു ബഹ്ലു ലോധി എന്ന് പറയുന്ന ഒരു അഫ്ഗാൻ നോബിൾ. ഈ ബഹ്ലു ലോധിയെ പേടിച്ചിട്ട് ബഹ്ലു ലോധിക്ക് അധികാരം കൈമാറി അദ്ദേഹം ബദൗൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി അവിടെ റിട്ടയർ ആയിട്ട് ജീവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബഹ്ലു ലോധി എന്ന് പറയുന്ന അഫ്ഗാൻ നോബിള്, അപ്പം അഫ്ഗാനിയാണ്, അത് നമ്മൾ നോക്കണം, അഫ്ഗാനിയാണ്. ഓക്കെ, അദ്ദേഹം പഷ്തൂൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു അഫ്ഗാൻ ഡൈനാസ്റ്റി സ്ഥാപിച്ചു. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് ലോധി ഡൈനാസ്റ്റിയുടെ കീഴിലേക്ക് വന്നു.
അങ്ങനെ അഫ്ഗാൻ ഡൈനാസ്റ്റിയിലെ ബഹ്ലൂൽ ലോധി ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപിച്ചു. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് അഫ്ഗാനീസാണ് കൺട്രോൾ ചെയ്യുന്നത്. ബഹ്ലൂൽ ലോധിക്ക് ശേഷം അധികാരത്തിൽ വന്ന ആളാണ് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി ആഗ്ര പട്ടണം സ്ഥാപിക്കുകയും ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് തൻ്റെ ക്യാപിറ്റൽ മാറ്റുകയും ചെയ്തു. ഒക്ട്രോയ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി അദ്ദേഹം അബോളിഷ് ചെയ്തു. അതായത് നമ്മൾ ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രവിശ്യയിൽ നിന്ന് വേറൊരു പ്രവിശ്യയിലേക്ക് പോകുമ്പോഴോ കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടിയാണിത്. അത് അദ്ദേഹം അബോളിഷ് ചെയ്തു. ഇനി അദ്ദേഹം ഈ ലാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മെഷർമെന്റ് സിസ്റ്റം കൊണ്ടുവന്നു. നമ്മൾ ഈ ഏക്കർ, സെന്റ്, ഹെക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ആ കാലഘട്ടത്തിലെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു ലാൻഡ് മെഷർമെന്റ് സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് ഗസി സിക്കണ്ടറി എന്ന് അദ്ദേഹം വിളിക്കുന്നത്. അതൊരു ലാൻഡ് മെഷർമെന്റ് സിസ്റ്റമാണ്. അത് പിൽക്കാലത്ത് നമ്മുടെ പല ചക്രവർത്തിമാരും സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ശേഷാസൂറിനെ പോലെയുള്ള ചക്രവർത്തിമാരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഗസി സിക്കന്ദരി അദ്ദേഹം സ്വീകരിച്ചു, അല്ലെങ്കിൽ സിക്കന്ദരി ഗസ് എന്നും വിളിക്കും. ഈ സിക്കന്ദർ ലോധി വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള റിലീജിയസ്ലി ബിഗോട്ടായിട്ടുള്ളൊരു ആളായിരുന്നു. അദ്ദേഹം ഈ ഹിന്ദു മതവിഭാഗങ്ങൾക്കെതിരായിട്ട് പ്രധാനമായിട്ട് ആ മുസ്ലിങ്ങൾക്ക് മുകളിൽ ഏർപ്പാടാക്കുന്ന ജിസിയ വലിയ രീതിയിൽ ഏർപ്പാടാക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കാലഘട്ടത്തിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു. അത് വീണ്ടും അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. ഇനി ഈ സിക്കന്ദർ ലോധി ഗുൽറൂഖ് എന്ന് പറയുന്ന പേരിൽ ചില കവിതകളൊക്കെ ഹിന്ദി ഭാഷ അല്ലെങ്കിൽ ഹിന്ദവി ഭാഷയിൽ, ഇന്നത്തെ ഉറുദുവിൻ്റെ ഒക്കെ ഒരു പൂർവ്വ ഭാഷയാണ് ഹിന്ദിയുടെ രണ്ടും. അപ്പം ആ ഒരു ഭാഷയിൽ അദ്ദേഹം കുറേ പോയംസ് ഒക്കെ എഴുതി. അത് അദ്ദേഹം ഗുൽറൂഖ് എന്നാണ് ഒരു പെൻ നെയിം, തൂലികാ നാമമാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ രണ്ട് പ്രസിദ്ധമായ ബുക്കുകളാണ് മദാൻ ഉൽ ഷിഫയും ലഹജാത്ത് ഇ സിക്കന്ദറും. ഈ മദാൻ ഷിഫ എഴുതിയത് ആരാണെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം മെഡിസിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്. ലഹജാത്ത് ഇ സിക്കന്ദർ നസീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ മ്യൂസിക്കിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്. ഇനി ഏറ്റവും അവസാനത്തെ ചക്രവർത്തി ഇബ്രാഹിം ലോധിയാണ്. ഇദ്ദേഹം ഡൽഹി സുൽത്താനേറ്റിൻ്റെയും ലോധി ഡൈനാസ്റ്റിയുടെയും അവസാനത്തെ ചക്രവർത്തിയാണ്. ഇബ്രാഹിം ലോധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പല അർദ്ധ സഹോദരന്മാരും ഒക്കെ ഇദ്ദേഹത്തിനെതിരായിട്ട് വലിയ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്നു ദൗലത് ഖാൻ ലോധി. പഞ്ചാബിലെ ഒരു ഗവർണറായിരുന്നു. പുള്ളി ഈ സിംഹാസനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം ലോധിക്കെതിരായിട്ട് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് സിസോദിയയിലെ രാജാവായിരുന്ന രണസംഘ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ രജപുത്ര രാജാവ് ഡൽഹി സുൽത്താനേറ്റ് പിടിച്ചെടുത്ത് അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. രണസംഘയും ദൗലത് ഖാൻ ലോധിയും കൂടെ ചേർന്ന് ചർച്ച ചെയ്തിട്ട് ആ സമയത്ത് നമ്മുടെ കണ്ടഹാറിൽ ഭരണം നടത്തിയിരുന്ന ബാബുർ എന്ന് പറയുന്ന മംഗോളിയൻ രാജകുമാരനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ഇന്ത്യ പിടിച്ചെടുത്താൽ നമുക്ക് 3 പേർക്കും കൂടെ ഭാഗിച്ചെടുത്ത് ഭരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ബാബുർ 1526 ഇബ്രാഹിം ലോധിക്കെതിരായിട്ട് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്ന വലിയൊരു യുദ്ധം ചെയ്യുകയും ഈ ലോധി രാജവംശത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് ഈ ഒരു രീതിയിൽ വലിയ രീതിയിലൊരു ചരിത്രത്തോടു കൂടി അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇത്രയും ഒരു 14ഓളം രാജാക്കന്മാരുണ്ട്, 5ഓളം ഡൈനാസ്റ്റീസ് ഉണ്ട്, ഇത്രയും ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.